ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇതാ ഞങ്ങൾ വീണ്ടും ഗോഡ്സ് വേയുടെ കൂട്ടുകാരെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഗോഡ്സ് വേയിലേക്ക് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഈശോയിൽ നിറഞ്ഞ കുഞ്ഞുമക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായി പറയുന്നു. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോട് കൂടി തന്നെ ആരംഭിക്കാം. നിവർന്നിരിക്കാം. കൈകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നുമില്ലെങ്കിൽ കൈകൾ കുപ്പി പിടിക്കാം, അല്ലെങ്കിൽ കൈകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഒത്തിരി അനേകം കുഞ്ഞുമക്കളെ ധ്യാനിപ്പിക്കുവാനായിട്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് തെറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അവരെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുവാനായിട്ട് ഒത്തിരി ത്യാഗമനോഭാവത്തോടെ പല സ്ഥലങ്ങളിലും ഒത്തിരി വ്യക്തികൾ ക്ലാസ്സുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നല്ല നല്ല ക്ലാസ്സുകളിലൂടെയും ആരാധനയിലൂടെയൊക്കെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മിനിസ്ട്രികളെയും, എല്ലാ റിട്രീറ്റ് ധ്യാന കേന്ദ്രങ്ങളെയും, എല്ലാ പ്രോഗ്രാമേഴ്സിനെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുവാനായിട്ട്, ആക്ഷൻ സോങ്സ് ചെയ്യുവാനായിട്ട്, സ്കിറ്റുകൾ ചെയ്യുവാനായിട്ട്, ക്ലാസ് എടുക്കുവാനായിട്ട് പല രീതിയിലുള്ള പല തരത്തിലുള്ള പ്രയത്നങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും എല്ലാ വ്യക്തികളെയും സമൂഹത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ചു നിമിഷം പ്രാർത്ഥിക്കാം. അവരെയും അവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന്. ഒത്തിരി മക്കളെ അവരിലൂടെ ഈശോയ്ക്ക് ലഭിക്കുവാനായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സുഖാണോ? സന്തോഷാണോ? ആർ യു ഹാപ്പി? യെസ് ഓർ നോ? യെസ് ആണെങ്കിലും കാണിക്കണം. യെസ് യെസ്. ഒരു യെസ് പറഞ്ഞ ശരിക്കും നമ്മളും ഞെട്ടണം. നമ്മൾ മാത്രം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഞെട്ടണം. ഓക്കെ, റെഡി? ആർ യു റെഡി? ആര് ഞെട്ടുന്ന പോലെ പറയണം. ആർ യു റെഡി? വെരി ഗുഡ്. ഇതാണ് ഞെട്ടിക്കാന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണോ? നല്ലപോലെ പഠിക്കാറുണ്ടോ? അങ്ങനെ ക്ലാസ്സിൽ എല്ലാ ദിവസവും ക്ലാസ്സിനകത്ത് തന്നെയാണോ അതോ പുറത്താണോ? ഇമ്പോസിഷനൊക്കെ എഴുതാറുണ്ടോ? വീട്ടിലായും എഴുതി സഹായിക്കാറുണ്ടോ? എഴുതേണ്ട ആവശ്യം വരാറില്ല. നോണ പറയുന്ന കുട്ടികൾ ഗോഡ്സ് വേയിലേക്ക് വേണ്ട. അടുത്ത പ്രാവശ്യം തൊട്ട് ഇമ്പോസിഷൻ എഴുതാറുണ്ടോ? അതേ എല്ലാവരും പറയുന്നുണ്ട്. ഉണ്ടോ? അടി കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. എപ്പോൾ അടിയൊക്കെ നിർത്തലാക്കിയില്ലേ? ഇല്ല, നിങ്ങളുടെ അവിടെ നിർത്തലാക്കിയില്ലേ അല്ലേ? ഈ അടിക്കുന്ന ടീച്ചറെ ഇഷ്ടമാണോ? അടിക്കുന്ന ടീച്ചറെ ഇഷ്ടമാണോ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു കാര്യം നമ്മൾ വായിച്ചു. 40 വർഷം മുൻപ് 30 വർഷം മുൻപാങ്ങാണ്ട് പഠിപ്പിച്ച ടീച്ചറെ വഴി തടഞ്ഞു നിർത്തി തല്ലുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഓർമ്മ പത്രത്തിൽ വായിച്ചിരുന്നോ? പത്രം മനസ്സിലായോ? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ ടീച്ചർ ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയി പോയി. ആ ടീച്ചർ അദ്ദേഹത്തെ അടിച്ചു എന്നോ എന്തോ ചെയ്തു. അതിൻ്റെ വൈരാഗ്യം കൊണ്ട് ആൾ ഇത്രയും വർഷം ആ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പുള്ളി ടീച്ചർ പോകുമ്പോൾ ടീച്ചറെ കൊലപ്പെടുത്താനോ എന്തോ ശ്രമിച്ചത്. ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനത്തെ വാശികളൊന്നും ഇല്ല എന്നുള്ളേ. ഇമ്പോസിഷൻ കൂടുതൽ വരുമ്പോൾ അടിക്കുമ്പോൾ ടീച്ചർ വെറുപ്പൊന്നുമില്ല. നല്ല ടീച്ചർ, എന്ത് സ്നേഹം എന്നോട്, നന്നായി വരുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ? വണ്ടി എന്തുമാത്രം അങ്ങനെയൊക്കെ പറയാൻ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ടീച്ചറുമായിട്ട് വെറുപ്പുള്ള കുട്ടികൾ ഏത് വിഷയത്തിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ടാണോ വെറുപ്പ്, ആ വിഷയം എന്തോരം പഠിച്ചാലും കിട്ടില്ല, ഒരു വെറുപ്പായിരിക്കും. ആ വിഷയം എടുക്കുമ്പോൾ ടീച്ചറുടെ മുഖം മനസ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ആ പുസ്തകം എടുക്കുമ്പോൾ പുസ്തകത്തിൽ നോക്കി ടീച്ചർ കാണുമ്പോൾ എന്നെ തല്ലുന്നുണ്ടെങ്കിലും ഇമ്പോസിഷൻ തരുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടി, എന്നെ ഒരു നല്ല വിജയം ഉള്ള ഒരാളാക്കി തീർക്കാനായിട്ടാണ് ടീച്ചർ അങ്ങനെ കഷ്ടപ്പെടുന്നതെന്നുള്ള നല്ല ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പുസ്തകം എടുക്കുമ്പോൾ നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ടീച്ചറെ കുറ്റപ്പെടുത്താനും ടീച്ചർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്ത് വൃത്തികെട്ട സ്വഭാവം, ടീച്ചറെ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്നെ പിടിച്ച് ചീത്ത പറയുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചിന്തിച്ച് പോയാൽ നമ്മൾ ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയം എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് നമുക്ക് സഹായകമാകുവാൻ അങ്ങനെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ല.
എന്നെ തല്ലി ടീച്ചറോടും അല്ലെങ്കിൽ എനിക്ക് ഇമ്പോസിഷൻ 1000 പ്രാവശ്യം എഴുതാൻ വന്ന ടീച്ചറോടും പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ടെങ്കിൽ, ഈശോയുടെ ഒരു പവർ, ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതുപോലെ ജീസസ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ശക്തിയുള്ളവരായി തീരും. അപ്പോൾ ഏത് പ്രശ്നത്തെയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ടീച്ചർ തല്ലി, അത് കാര്യത്തിന് വേണ്ടിയിട്ടില്ല എന്ന് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ആരുള്ളിൽ വേണം? ജീസസിൻ്റെ ഒരു പവർ ഉള്ളിൽ വേണം, പവർ. ഓക്കെ, ഇന്നത്തെ ഒരു പാട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാണ്. പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: ജീസസ് പവർ സൂപ്പർ പവർ. പറയാം, ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് പവർ സൂപ്പർ പവർ, സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ, സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ. ഇത്രയുള്ള പാട്ട്, സിമ്പിൾ പാട്ടാണ്. അടുത്ത പാട്ട്, അടുത്ത വരി: സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ, സീറോ 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 പവർ, സീറോ 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 പവർ. 2 വരിയുള്ള പാട്ട് കേട്ടോ. ഞാൻ ആദ്യം പാടിത്തരാം, ചേർന്ന് പാടാം നമുക്ക്. ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് പവർ സൂപ്പർ പവർ. പാടാം, ജീസസ് പവർ സൂപ്പർ പവർ. ഓ വെരി ഗുഡ്. ജീസസ് പവർ സൂപ്പർ പവർ. പക്ഷേ നിങ്ങൾ പിള്ളേരായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വടി പോലെ ഇരുന്നിട്ട് ജീസസ് പവർ പാടി കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം? അപ്പം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ട് വേണം പാടാൻ. ഓക്കെ, ദെൻ 1 2 3 4. ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് പവർ സൂപ്പർ പവർ. വൺസ് മോർ. ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് പവർ സൂപ്പർ പവർ. ഓക്കെ, അടുത്ത വരി: സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ, സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ. പാടാം, സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ, സൂപ്പർ പവർ സൂപ്പർ പവർ സൂപ്പർ പവർ. അടുത്ത വരികൾ നമ്മൾ നേരത്തെ പാടിയത് സെയിം ട്യൂൺ തന്നെയാണ്. ഞാൻ പാടിത്തരാം. സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ. പാടാം, സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ, സീറോ 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 പവർ. ലാ 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 ലാ. ഓക്കെ, പാടിന്റെ ആക്ഷൻ ചെയ്ത് കാണിച്ചുതരാം. ദെൻ ജീസസ്, ജീസസ് പവർ സൂപ്പർ പവർ, വീണ്ടും ജീസസ് പവർ സൂപ്പർ പവർ, ജീസസ് സൂപ്പർ 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 പവർ, സൂപ്പർ 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 പവർ. ശരി, സൂപ്പർ സൂപ്പർ ഇങ്ങനെയല്ല കാണിക്കുന്നത്. നമ്മൾ കാണിക്കില്ലേ, സൂപ്പറായി കാണിക്കില്ലേ, നമ്മൾ കാണിക്കില്ലേ. കുറെ പേര് സൂപ്പർ 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 സൂപ്പർ, ചില സൂപ്പർ 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 നിങ്ങൾ കൈമിക്ക് നോക്കിയുണ്ട്. എങ്ങനെ കാണിക്കാം? സൂപ്പർ 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 സൂപ്പർ. അടുത്ത് സൈത്താൻ പവർ സീറോ പവർ, സൈത്താൻ പവർ സീറോ പവർ. ചെയ്യാം. സൈത്താൻ സീറോ 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 പവർ, സീറോ 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 പവർ. വൺസ് മോർ. സീറോ 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 പവർ, സീറോ 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 പവർ. ഇനി അടുത്ത സ്റ്റെപ്പ് പാടുമ്പോൾ കൈകൾ കോർത്ത് പിടിക്കാനുണ്ട്. ലാ 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 ലാ. കൈ കോർത്ത് പിടിച്ച് അതൻ കൈ കാലാദ്യം കൊണ്ട് ലാ 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 ലാ. പിന്നെ കാല് വേണ്ട കേട്ടോ. ലാ 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 ലാ. കിട്ടിയോ? പഠിച്ചോ? നല്ല പിള്ളേരാട്ടോ, പെട്ടെന്ന് പഠിക്കണേ.
ഇതുപോലെ നിങ്ങൾ പഠിക്കാനും കൂടി നിങ്ങളുടെ ആഗ്രഹം കാണിച്ചോളൂ കേട്ടോ. എൻ്റെ ഒരു അനിയത്തി കോച്ചുണ്ട്, അവൾക്ക് ഏത് സിനിമാ പാട്ടും സീരിയൽ പാട്ടും എന്ത് വേണമെങ്കിലും അവൾ കാണാപ്പാടം പഠിക്കും. ഏത് പാട്ടിനെ കുറിച്ച് വെച്ചാലും പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളി പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ പാട്ടാക്കി തന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു പറയണേ. പാട്ടിനോട് ഇഷ്ടം കൊണ്ടാണ്. ഏത് രീതിയിലുള്ള ഇപ്പോൾ എന്തിനോടാണ് ഇഷ്ടം കൂടുതൽ കണ്ടോ, അയാൾ പറയും പാട്ട് ആയിട്ട് ഇപ്പോൾ പാഠപുസ്തകം വഴി എഴുതി തന്നാൽ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പറയണേ. നിങ്ങളിപ്പോൾ ഈ ഉപയോഗിച്ച മെമ്മറി പവറൊക്കെ എന്തിനു ഉപയോഗിക്കണം? പഠിക്കാൻ. അപ്പോൾ ജീസസിൻ്റെ പവർ ഉള്ളിൽ വേണം. ഓക്കെ, നമുക്ക് മ്യൂസിക്കിനോടൊപ്പം എഴുന്നേറ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. എഴുന്നേറ്റ് നിൽക്കാം. Are you ready? Yes. Are you ready? Yes. Jesus power, super power. Jesus power, super power. Jesus Power, super power. Jesus Power, super power. super power, super power, super power. Super power, super power, super power. Super power, super power, Super power. super power. Super power, super power. സൂപ്പർ പവർ, സൂപ്പർ പവർ അങ്ങനെയാണ് കാണിക്കാം. സൂപ്പർ പവർ. ഓക്കെ, ജീസസ് പവർ, സൂപ്പർ പവർ. ജീസസ് പവർ, സൂപ്പർ പവർ. വൺസ് മോർ. ജീസസ് Power, super power. ജീസസ് പവർ, സൂപ്പർ പവർ. സൂപ്പർ 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 Super power. സൂപ്പർ സൂപ്പർ. Super, super, super power. One more. Super, 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 super power. Super, 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 super power. Satan power. Satan power, zero power. Satan power, zero power. Satan Power, zero power. Satan Power, zero power. zero 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 power. Zero 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 zero. Zero power. Again. Zero zero. Zero, zero, zero power. Zero, 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 zero Then power. Jesus power. Jesus power. Super power. Jesus. Power, super La la la. La 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 la. La 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 la. La 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 la. La 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 la. La 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 la. La 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 la. La la. La 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 la. ഞാൻ കാണിക്കുന്ന പോലെയല്ല കാണിക്കണേ. ഓക്കേ. ലാ 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 ചെയ്യാം. ലാ ലാ La 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 la. ആ ലാ ലാ. La 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 la. Once more. ലാ ലാ La 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 la. ലാ ലാ. La 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 la. Jesus power. Jesus power. Super power. Jesus. Power, super power. Satan power. Satan. Power, zero power. Satan. Power, zero power. Zero 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 power. Zero 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 power. zero 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 Zero, zero, zero power. Zero, zero. Zero, zero, zero. la 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 la. la 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 la. La 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 la. Praise the Lord. Praise the Lord. നന്നായിരിക്കുന്നു. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓക്കെ, എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇരിക്കുക. അപ്പം നമുക്കിന്ന് വചനം പങ്കുവയ്ക്കാനായിട്ട് എല്ലാ പ്രാവശ്യം വരുന്ന ബോണിച്ചേട്ടൻ തന്നെയാണ് പ്രാവശ്യം വരുന്നത്. ബോണിച്ചേട്ടൻ അറിയാവോ? അറിയാം. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മുൻപത്തെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ബോണിച്ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. ഈ പ്രാവശ്യം നമ്മൾ വെൽക്കം ചെയ്തൊരു നല്ല ക്ലാപ്പോട് കൂടിയാണ്. ക്ലാപ്പ് ഇങ്ങനെയാണ്. ല 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 ഒന്ന് കാണിച്ചേ ല ല ല ല La 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 la. ല ല ല ല ല ല. അപ്പം അതിനുശേഷം നമ്മൾ ആ ഒരു 4 പ്രാവശ്യം അത് പാടും. അതിനുശേഷം God's way പഠിക്കേ. God's way. കൈ കുറച്ചും കൂടി നീണ്ടു പോയാലും കുഴപ്പമില്ല കേട്ടോ. ശരി, ഊരി പോകാണ്ടിരുന്നായി. God's way. God's way. ഓക്കെ, അപ്പോൾ ബോണിച്ചേട്ടൻ വരുമ്പോൾ നമ്മൾ ഒരു ഗോഡ്സ് വേയുടെ പുതിയ തരങ്ങളെ എപ്പോഴും ഞാൻ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, ആർ യു റെഡി? Yes. Ready? 1, 2, 3, 4. La 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 la. la 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 la. God's way. God's way. പ്രിയപ്പെട്ട മക്കളെ, സുഖമാണ് എല്ലാവർക്കും? സന്തോഷമാണോ? നിങ്ങൾ വളരെ ശക്തിയോടെയാണല്ലോ പാടിയത്. ഒരു ശക്തിയുടെ പാട്ടായിരുന്നല്ലോ. എന്താ പാട്ടിന്റെ വരികൾ? Jesus was super power. ഈശോയുടെ ശക്തി വളരെ സൂപ്പറായിട്ടുള്ള ഒരു ശക്തിയാണ് അല്ലേ? അതിരിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വേദനയുടെയോ ദുഃഖത്തിൻ്റെയോ ഏതെങ്കിലും രോഗങ്ങൾ വന്നപ്പോൾ വളരെ വിഷമത്തിലായ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഒന്നും നിങ്ങൾ ഓർത്തേ? ഓർത്തവരൊന്നും കൈ ഉയർത്തിക്കേ. ഓക്കെ, എല്ലാവരും കൈ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരുടെ ജീവിതത്തിലും ഒരു വേദനയോ ദുഃഖമോ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു വേദനയോ ദുഃഖമോ അസുഖമോ ഒക്കെ ഉണ്ടാകും. അപ്പൊ വേദനകൾ വരാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ മോള് പറയണത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? വിഷമം വരാൻ നേരത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതിയോ? വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? മോള് തന്നെ വീണ്ടും പറയുന്നു, ദൈവത്തെ സ്തുതിക്കണം. മറ്റാർക്കും ഉത്തരങ്ങളൊന്നുമില്ലേ? നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റെന്തെങ്കിലും ചെയ്യണോ? ഈ കുഞ്ഞുമോള് പറയാണ് ദൈവത്തെ സ്നേഹിക്കണം. പിന്നെ മോൻ പറയുന്നു മറ്റുള്ളവരായിട്ട് അത് പങ്കുവയ്ക്കണം, ദൈവത്തെ മനസ്സിൽ ഓർക്കണം. എന്തായാലും നല്ല ഉത്തരങ്ങളാണ് നിങ്ങൾ പറയുന്നത്. മക്കൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ വിഷമവും വേദനയും പരാജയവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഓർത്ത് വീണ്ടും എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടാനായിട്ട് നമ്മളും കൂടി പരിശ്രമിക്കണം. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ വേണ്ടത്? അല്ല. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്കൊക്കെ തോറ്റിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരും തോറ്റിട്ടില്ല? ഗുഡ്, നിങ്ങൾ മിടുക്കന്മാരാണ്. ജോജോ ചേട്ടൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? തോറ്റിട്ടുണ്ട്. ഓക്കെ, ജോജോ ചേട്ടൻ പറയാണ് തോറ്റിട്ടുണ്ട്. ബോണിച്ചേട്ടനും തോറ്റിട്ടുണ്ട്. ചില പരീക്ഷയ്ക്കൊക്കെ ഇടയ്ക്ക് തോറ്റിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇനി ചിലപ്പോൾ നിങ്ങൾ വലുതായി വരാൻ നേരത്ത് ചിലപ്പോൾ തോൽവിയൊക്കെ ഉണ്ടായേക്കാം. മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ? മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടല്ലേ? ഇപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടോ? വിഷമം ഇല്ലാത്തവരും ഉള്ളവരൊക്കെ ഉണ്ട്. ബോണിച്ചേട്ടൻ മക്കളോട് പറയുന്നതാണ്, ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകാം. ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരാം. പ്രതീക്ഷിക്കുന്നത്ര മാർക്ക് കിട്ടാതെ വരാം. അപ്പോഴൊക്കെയും സങ്കടപ്പെടുകയല്ല വേണ്ടത്, കൂടുതൽ പരിശ്രമിക്കുകയാണ് വേണ്ടത്. എങ്ങനെ പരിശ്രമിക്കണം? ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശ്രമിക്കണം. നേരത്തെ പാടിയതുപോലെ ദൈവത്തിൻ്റെ ശക്തി സൂപ്പർ ശക്തിയാണ്. അപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവസാനം വിജയത്തിലേക്ക് എത്തിയ ധാരാളം മനുഷ്യർ ലോകത്തിലുണ്ട്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം, നിങ്ങൾക്കറിയാൻ പറ്റും. അബ്രഹാം ലിങ്കൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ?
അമേരിക്കയുടെ ശ്രദ്ധേയനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൻ. എത്രാമത്തെ വയസ്സിലാണ് അബ്രഹാം ലിങ്കൻ പ്രസിഡന്റ് ആയെന്നറിയാവോ? 55-ാമത്തെ വയസ്സിലാണ്. ഈ 55 വർഷം വരെയും പല തെരഞ്ഞെടുപ്പുകളിലും തോറ്റ മനുഷ്യനാണ് അബ്രഹാം ലിങ്കൻ. ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കും, തോൽക്കും, വീണ്ടും നിൽക്കും, തോൽക്കും. പക്ഷെ തോറ്റത് കൊണ്ട് ആള് പിന്നിലേക്ക് പോയോ? ഇല്ല. കുഞ്ഞുനാൾ തൊട്ടിന്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളാണ് അബ്രഹാം ലിങ്കൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അബ്രഹാം ലിങ്കൻ എവിടെ ഇരുന്നൊക്കെയാ പഠിച്ചത്? സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്നല്ലേ, വഴിയരികെ തെരുവിലിരുന്നാണ് അബ്രഹാം ലിങ്കൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, തോൽവികൾ ഉണ്ടാകാം, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിൽ വരാം, വേദനകൾ ഉണ്ടാകാം, രോഗങ്ങൾ വരാം, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാം. അപ്പോഴൊക്കെയും തളർന്നു പോകരുത്. കാരണം ദൈവം ഈ ലോകത്തിൽ ഓരോ മനുഷ്യരെയും സൃഷ്ടിക്കുന്നത് അവരുടെ ജീവിതത്തിന് ആവശ്യമായ കഴിവുകളോടുകൂടിയാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? എന്താണ് ശ്രദ്ധിച്ചത്? ദൈവം ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അയാളുടെ ജീവിതത്തിന് ആവശ്യമായ കഴിവുകളോടുകൂടി. അപ്പോൾ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന കുട്ടികൾക്കും എല്ലാവർക്കും കഴിവുകളുണ്ട്. ആരെയും കഴിവില്ലാതെ ദൈവം സൃഷ്ടിക്കുന്നേയില്ല. ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മന്ദബുദ്ധികളല്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും 4500 മുതൽ 6000 വരെ കഴിവുകളുണ്ടെന്ന്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കഴിവുകളും കൊടുത്തുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ആര് തന്നിട്ടുണ്ടത്? ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ പരാജയപ്പെടാൻ നേരത്ത്, വേദന വരാൻ നേരത്ത്, ദുഃഖങ്ങൾ വരാൻ നേരത്ത് വിഷമിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ദൈവത്തെ കൂട്ടുപിടിച്ച് കൂടുതൽ പരിശ്രമിക്കണം. ദൈവം കഴിവുകൾ നൽകുന്നത് ജാതിയോ കുടുംബമോ സാമ്പത്തികമോ ഒക്കെ നോക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ചിലപ്പോൾ വളരെ പാവപ്പെട്ടൊരു വീട്ടിലെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന കഴിവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ? ഒരിക്കലുമില്ല. മനുഷ്യർ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതുകൊണ്ട് എനിക്ക് മക്കളോട് പറയാനുള്ളത്, മനുഷ്യർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ സെന്റൻസ് ഒരിക്കൽ കൂടി കേൾക്കുക. മനുഷ്യർ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു. ദൈവം എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്? മോളെ, ദൈവം എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്? ഞാൻ നല്ലൊരു കുട്ടിയാണെന്നായിരിക്കും പറയുന്നത്. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക ഈ മോൾക്ക്. നീ നല്ല കുട്ടിയാണ്, നീ നല്ല കുഞ്ഞാണെന്നാണ് ദൈവം പറയുന്നത്. ചിലപ്പോൾ മറ്റു മനുഷ്യർ നമ്മളെക്കുറിച്ച് ചിലപ്പോൾ പറയാം, അവള് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യില്ല, അവൾ അലസതയുള്ള കുട്ടിയാണ്, അവൾ നന്നായിട്ട് പഠിക്കുന്നില്ല, അവൾ കുശുംബിയാണ്, അല്ലേ, കുറ്റം പറയുന്ന കൊച്ചാണ് എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞേക്കാം. പക്ഷെ ദൈവം എപ്പോഴും എല്ലാവരെയും നോക്കി എന്താ പറയുന്നത്? നല്ലത്. ദൈവം എല്ലാത്തിനെയും നോക്കി എപ്പോഴും പറയുന്നത് നല്ലതെന്ന് മാത്രമാണ്. ഞാൻ 1-2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന്റെ വീട്ടിൽ വലിയ പൈസ ഉണ്ടായിരുന്നോ? അബ്ദുൽ കലാമിന്റെ ഡാഡി ആരായിരുന്നു? എന്ത് ജോലിക്കാരനായിരുന്നു? ഒരു ഫിഷർമാൻ ആയിരുന്നു, ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, മത്സ്യബന്ധനായിരുന്നു അബ്ദുൽ കലാമിന്റെ അപ്പയുടെ ജോലി. അങ്ങനെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായി, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായി ജനിച്ച അബ്ദുൽ കലാം കഷ്ടപ്പെട്ടു, പഠിച്ചു. പഠിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വള്ളം കുത്തി അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അവസാനം ആരായിത്തീർന്നു? ഇന്ത്യയുടെ പ്രസിഡന്റായി എന്ന് മാത്രമല്ല, അദ്ദേഹം ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സയന്റിസ്റ്റായിട്ട് മാറി. കണ്ടോ? ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ അവർക്ക് വേണ്ട കഴിവുകൾ കൂടി നൽകിയിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളെവിടെ ജനിച്ചു എന്നതിനെ ആസ്പദമാക്കിയല്ല. നിങ്ങളൊരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകാതിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അപ്പ ഡോക്ടറോ എഞ്ചിനീയറോ ആരുമാകണ്ട ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തിയാക്കാൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും പരിശ്രമിക്കുകയും മാത്രം ചെയ്താൽ മതി. ആരും വിഷമിക്കരുത്, എൻ്റെ അപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്, എൻ്റെ വീട്ടിൽ കാശില്ല, അത് കാരണം എനിക്ക് പഠിച്ചുയരാൻ പറ്റില്ല,
അങ്ങനെ വിഷമിക്കണോ? നിങ്ങളുടെ അപ്പ കൂലിപ്പണിക്കാരനായാലും പൈസ ഇല്ലെങ്കിലും നിങ്ങളുടെ അപ്പ രോഗിയായി കിടക്കുകയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. പരിശ്രമിച്ചാൽ നിങ്ങൾക്കും വിജയത്തിലെത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചേട്ടനെ ഞാനിപ്പോൾ ഓർക്കുകയാണ് പെട്ടെന്ന്. ക്രിസ്തീയ ഗാന രചനാ രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരു ചേട്ടനുണ്ട്, ബേബി ജോൺ കലയന്താനി. കേട്ടിട്ടുണ്ടോ? കുറേ നമ്മൾ ഇന്ന് പാടുന്ന പല പാട്ടുകളും അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഇങ്ങനെ കുഞ്ഞുനാളിൽ പഠിച്ചു നടക്കുന്ന സമയത്ത് എഴുതാനായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലിങ്ങനെ മേലേക്ക് നോക്കി താഴെ കിടക്കുന്ന സമയത്ത് വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞ് മാനം കാണാം. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ മാനത്തുകൂടി ആ മേൽക്കൂരയുടെ ഇടയിലൂടെ നോക്കുമ്പോൾ അമ്പിളിമാമൻ നിൽക്കുന്നു. അത് കണ്ടിട്ടാണ് ആദ്യത്തെ കവിത എഴുതുന്നത്, അമ്പിളിമാമനെ കുറിച്ച്. അത്രയ്ക്ക് ദരിദ്രമായ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം തനിക്ക് നൽകിയ എഴുതാനുള്ള കഴിവ് പരിശ്രമത്താൽ വികസിപ്പിച്ചെടുത്തു. ഇന്ന് കേരളത്തിൽ ശ്രദ്ധേയരായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാവരും തന്നെ പാടി ഒത്തിരി ഹീലിങ്ങിലേക്ക് വരുന്നു. ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ പാട്ടുകളിൽ നിന്ന് ഒത്തിരി മനുഷ്യർക്ക് സൗഖ്യത്തിന് കാരണമായി തീരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട്. പരിശ്രമിക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പ്രതി ആത്മാർത്ഥയോടെ ചെയ്യുന്നതിനെയാണ് ഈ പരിശ്രമം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? നമുക്കൊരു വചനം വായിക്കാം. കൊളോസോസ് 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. കൊളോസോസ് 3:23. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. മക്കളെ, ആ വചനം കേട്ടോ? ഒന്നുകൂടി ഒന്ന് വായിച്ചേ മോള്. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. ആ വചനം ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയാലും നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? നിങ്ങളുടെ ജോലി എന്താ? പഠിക്കുക എന്നുള്ളത്. അത് എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി പഠിക്കുന്നതായിട്ടല്ല, ഈശോയ്ക്ക് വേണ്ടി പഠിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥത്തോടെ ചെയ്യണം. അത് പഠനമായാലും എന്തെങ്കിലും ജോലി ആയാലും അപ്പയെ സഹായിക്കുന്നതായാലും മമ്മിയെ സഹായിക്കുന്നതായാലും ടീച്ചറിനെ സഹായിക്കുന്നതായാലും എങ്ങനെ ചെയ്യണം? അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പോഴാണ് അതിന് ഫലം ലഭിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരു ദരിദ്ര കുടുംബത്തിലായാലും ഒരു പാവപ്പെട്ട വീട്ടിലായാലും പണക്കാരൻ്റെ വീട്ടിലായാലും ജനിക്കുമ്പോൾ തന്നെ ദൈവം ആ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടിക്ക് സാഹിത്യത്തോടായിരിക്കാം കഴിവുണ്ടാകുക, ചിലപ്പോൾ കായികമോ കലാപരമോ ആയിട്ടുള്ള കഴിവുകളുണ്ടാകാം, ചിലപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള കഴിവുണ്ടാകാം, ചിലപ്പോൾ നന്നായിട്ട് ബിസിനസ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകാം. ഇതേതാണെന്ന് നമ്മൾ കണ്ടെത്തി പരിശ്രമിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുക. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഭയങ്കരമായ മടിയാണ്. എല്ലാം ഡാഡിയും മമ്മിയും കൊണ്ടുവന്ന് കൈ കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് ഒന്നും അറിയണ്ട. പക്ഷേ മക്കൾ ഇപ്പോഴേ ദൈവം പഠിപ്പിക്കുകയാണെന്ന് വിശ്വസിക്കുക, നന്നായിട്ട് പരിശ്രമിക്കണം കേട്ടോ, എന്നിട്ട് വിജയത്തിലെത്തണം. ഇനി ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ബുദ്ധിമുട്ടി, എന്നിട്ട് ഞാൻ തോറ്റുപോയി, എന്നിട്ട് എനിക്കത് കിട്ടിയില്ല. അതെന്താ? നമ്മൾ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല. എന്താ കാരണം? എന്താ കാരണം എന്നറിയോ? ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പ്ലാൻ ഉണ്ട്. അതാണ് റോമ 8:28 നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിച്ചേ, റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഈ വചനം ഒന്നുകൂടി നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം. വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഞാനത് വായിച്ചു തരാം മക്കൾക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാവും. ചിലപ്പോൾ ഒരു തോൽവി വലിയൊരു വിജയത്തിനായിരിക്കാം. അപ്പോൾ ഗോഡ്സ് ഫ്രൈഡേ ഈ എപ്പിസോഡിലൂടെ ദൈവം മക്കളായി നമ്മളോട് സംസാരിക്കുന്നത് മടി പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്?
പരിശ്രമിക്കണം. ആരെ കൂട്ടുപിടിക്കണം? ദൈവത്തെ കൂട്ടുപിടിച്ച് പരിശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലുമാരൂപം, കനിവോലുമാരൂപം. ഗോഡ്സ് വേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശ്രമശീലവും ദൈവാശ്രയവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നതമായ ജീവിത വിജയം ഉറപ്പാണ്. കാരണം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കഴിവുകൾ ദൈവം നമുക്ക് നൽകിക്കഴിഞ്ഞു. നമുക്ക് ആ കഴിവുകളെ കണ്ടെത്തി നന്നായി പരിശ്രമിച്ച് ജീവിതത്തിൽ വിജയം വരിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ഗോഡ്സ് വേയിൽ കാണും വരെ ഏവർക്കും ഹൃദയം നിറയെ നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Jesus power, super power. Jesus power, super power. Once more. Jesus Power, super power. Jesus power, super power. Super, 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 Super power. super, super. Super